ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ പറയണ ഒരു പേർഷ്യൻ ക്യാറ്റിൻ്റെ ഫംഗൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇവൻ്റെ പേര് ക്രിസ്റ്റോ എന്നാണ്. ഒരു പഞ്ച് ഫേസ് ക്യാറ്റാണ് ഇവൻ. ഇവനെ വാങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് ഫംഗൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊക്കാല ഹോസ്പിറ്റലിലാണ്. ഇവനെ വാങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് ഫംഗൽ ഉണ്ടായിരുന്നു പറഞ്ഞല്ല, അത് വളരെ മോശം അവസ്ഥയിലേക്കായി. ഈ ഒരു അവസ്ഥ കണ്ടില്ലേ, വളരെ മോശം അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറൊക്കെ കൊഴിഞ്ഞു പോയി, ഇവൻ്റെ സ്കിന്നൊക്കെ പൊട്ടി, ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാണ്. ഞങ്ങൾ വാങ്ങിയപ്പോൾ തന്നെ അവന് ഇത് ഈ ഒരു തോതിലാണ് ഫംഗൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളത് അടുത്തുള്ളൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്. വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഒരാഴ്ച ഇടവിട്ടിട്ട് ഇഞ്ചക്ഷൻ ചെയ്താൽ മതി, ഇത് മാറിപ്പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ആ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ 2 മാസക്കാലം ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഇത് വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലോട്ടായി. ഇവൻ്റെ സ്കിന്നൊക്കെ പൊട്ടി, രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോണ ഒരു അവസ്ഥയിലേക്കായി. ലാസ്റ്റ് അവർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞ് ഇവനെ കിട്ടാൻ സാധ്യത കുറവാണ്, ഇങ്ങനെ സ്കിന്നൊക്കെ പൊട്ടി വളരെ മോശമായ അവസ്ഥയിലേക്ക് ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇവൻ ഡെഡായി പോകുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അത് കേട്ടപ്പോൾ നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് ആവണ ഒരു അവസ്ഥയിലേക്ക് വന്നു. ലാസ്റ്റ് നമ്മൾ മറ്റുള്ള പൂച്ച വളർത്തുന്ന ആളുകളോടൊക്കെ സജഷനൊക്കെ ചോദിച്ച്, പക്ഷേ ആരും അങ്ങനെ വലിയ നല്ല മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രമുഖയായ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യണില്ല, അത് ശരിയല്ലല്ലോ. അവരോട് ഞങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് ഫോട്ടോ ഒക്കെ അയച്ച് വീഡിയോ ഒക്കെ അയച്ച് കൊടുത്തു. അപ്പോൾ അവർ മറുപടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അവരുടെ ചാനലിൽ പൈസ കൊടുത്ത് എൻട്രി ചെയ്താൽ മാത്രമാണ് അതിൻ്റെ സജഷൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായി. വേറെ ഒന്നുമല്ല, അവർ ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു പെറ്റ് സ്നേഹിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയൂല എന്നുള്ള ധാരണ നമുക്കുണ്ടായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ തൃശ്ശൂരുള്ളൊരു ചേട്ടായിയുണ്ട് നമ്മുടെ, അടിപൊളിയാണ്. പുള്ളിനോട് ചോദിച്ചപ്പോൾ പുള്ളി ആത്മാർത്ഥമായി തന്നെ നമ്മളോട് മറുപടി പറഞ്ഞു, നീ പേടിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഇതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൊക്കാല വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ പേര് ഡെന്നി എന്നാണ്. ആ ചേട്ടൻ ചെറുതെന്നല്ല, ഒരു വലുതായിട്ട് തന്നെ പേർഷ്യൻ ക്യാറ്റുകളൊക്കെ വളർത്തുന്നുണ്ട്, ബ്രീഡറും കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെ സജഷൻ പ്രകാരം ഞങ്ങൾ ഇതിനെ കൊണ്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ തൃശ്ശൂർ അവിടെ ചെന്നായിരുന്നു. അവിടെ ചെന്ന് അവൻ്റെ സ്കിന്നിൽ നിന്ന് ചെറിയ രോമങ്ങളും ഒക്കെ എടുത്തിട്ട് അവരെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഫംഗലാണ്, നല്ല രീതിയിൽ തന്നെ ഫംഗലായേക്കാണെന്ന് തന്നെ പറഞ്ഞവർ. കൊക്കാലയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ് ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് തന്നെ നമ്മളോട് ഡെന്നി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കിന്നിൽ തേക്കാൻ പറ്റിയ ഒരു മരുന്നാണ്, ഒരു ആയുർവേദ മരുന്നാണ് വൈബീസിൻ്റെ ഓയിൽ, അത് നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി പറയണതല്ല, പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല പക്ക റിസൾട്ട് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ പറയണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഐറ്റംസ് മരുന്നുകളൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ട്രിം ചെയ്ത് അതിൻ്റെ രോമങ്ങളൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഈ വൈബീസിൻ്റെ ഓയിലും ഞാൻ പുരട്ടി നന്നായിട്ട് തന്നെ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇതിനെ കുളിപ്പിക്കുമായിരുന്നു. വൈബീസിൻ്റെ ഓയിൽ പുരട്ടി കംപ്ലീറ്റ് നിർത്തിയിട്ട് ഏകദേശം ഒരു 3 ദിവസം കൂടുമ്പോൾ അവനെ നന്നായിട്ട് കുളിപ്പിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ സ്കിന്ന് പൊട്ടൽ ഉള്ളൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പൊട്ടി ഏകദേശം നല്ല രീതിയിൽ തന്നെ മുറിവൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിവൊക്കെ നന്നായിട്ട് തന്നെ വലിഞ്ഞ് നമ്മൾ തേച്ച് കൊടുത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ രോമങ്ങളൊക്കെ വരാൻ തുടങ്ങി, നല്ല കണ്ടീഷനായിട്ട് തന്നെ രോമങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവിടുന്ന് തന്ന ഫംഗലിൻ്റെ മരുന്ന്, അതിൻ്റെ പേര് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൂച്ചക്കും ഓരോ ഫംഗലുകളായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഫംഗലിൻ്റെ മരുന്നും ഞാനിതിന് കൊടുത്തുകൊണ്ടിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ml വീതമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതൊരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരാഴ്ചക്ക് കൊടുക്കാറില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഈ വൈബീസിൻ്റെ ഓയിലും ഇവൻ്റെ ദേഹത്താകെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുമായിരുന്നു. ഒരു 3 ദിവസം കൂടുമ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കളയും. വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവൻ്റെ രോമം നന്നായിട്ട് തന്നെ ഗ്രോത്ത് പിന്നീട് ഉണ്ടായിട്ടാണ്. ഇവൻ്റെ വാൽ സൈഡിൻ്റെ ഒക്കെ അവിടെ ഒരു തരി രോമം ഉണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തും രോമങ്ങൾ നന്നായിട്ട് തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
കാണാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമല്ല, നന്നായിട്ട് തന്നെ രോമം വാലിൻ്റെ ഭാഗത്തൊന്നും തന്നെ ഇല്ല. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഈ വൈബീസിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്തായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവൻ്റെ രോമം പിന്നെയും ഇടയ്ക്കിടയ്ക്ക് കൊഴിഞ്ഞു പോകണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അന്നേരം തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു ലോങ് ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഫംഗലാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതിനെ കെയർ ചെയ്യുക. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഈ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് നിർത്തരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. 3 മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ രോമങ്ങൾ പിന്നെയും കിളിർത്ത് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു. പിന്നെ ഏകദേശം ഒരാഴ്ച എത്തുമ്പോൾ തന്നെ ഇവനെ നന്നായിട്ട് തന്നെ മെഡിക്കൽ ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കൊണസൈബ് എന്ന് പറയുന്ന ആ ഒരു ഷാമ്പാണ് അവിടെ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരുന്ന ആ ഒരു ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇവനെ കുളിപ്പിച്ചു ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവൻ്റെ ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് പക്കയായിട്ട് തന്നെ കൊണ്ടുനടന്നിരുന്നു. ഇവൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ തന്നെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള കാണുന്ന ആളുകളും വരെയും പറഞ്ഞ് ഇതിനെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തു. നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. നാടൻ പൂച്ചകളെ പോലെ തന്നെ ഇറ്റുങ്ങൾക്ക് പുറത്ത് കിടന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷമല്ല. ഞാനപ്പോൾ ആലോചിച്ച് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ മാറ്റണം എന്നുള്ള രീതി തന്നെ കൺഫേം ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുളിപ്പിക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് തന്നെയല്ല ഇത്രയും മരുന്നൊക്കെ കഴിക്കണതുകൊണ്ട് തന്നെ ഇവന് ലിവർ ഫംഗ്ഷനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സംഭവം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനും മരുന്ന് അവിടെ നിന്ന് തന്നായിരുന്നു, അതും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവൻ്റെ വേറെ ഭക്ഷണ കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവനൊന്ന് ഉഷാറായി വന്നു സംഭവം. ഞാൻ പറഞ്ഞല്ല, അതായത് ഈ പൊതുവേ പൂച്ചകൾക്ക് ഫംഗലൊക്കെ വരും. അപ്പോൾ ഇതിലൊന്നും പേടിക്കാനൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ കെയർ ചെയ്ത് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ ആൾ ഉഷാറായി ഇതുപോലെ തന്നെ വരും. അവൻ നല്ല ഗ്രോത്തായിട്ട് നല്ല ഹെയർ ക്വാളിറ്റിയിലെത്തി ഉഷാറായി. നമ്മുടെ ക്രിസ്റ്റോ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടാ. ഏകദേശം ഒരു 10 മാസത്തോളമായി എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞല്ല, ഇപ്പോൾ ഹെയറൊക്കെ വന്ന് നല്ല ഉഷാറായി, വെയിറ്റൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. നോക്കി കണ്ട, ഫംഗലൊക്കെ മാറി, എൻ്റെ കംപ്ലീറ്റ് മാറി. ഡോക്ടേഴ്സ് ഇത് ഡെഡായി പോവും, നമുക്ക് ഇതിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാണ്. അത്ര മോശം അവസ്ഥയിലായിരുന്നു. വീഡിയോയിൽ നമ്മൾ കണ്ടല്ല, വളരെ അടിപൊളിയായി ഇവൻ. കണ്ട, വാലുമ്മലൊക്കെ നന്നായിട്ട് തന്നെ രോമം വന്ന്. ക്രിസ്റ്റോ അടിഭാഗത്തൊന്നും തന്നെ രോമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ രോമം വന്നിട്ടുണ്ട്. ഫംഗലൊക്കെ മാറി ഇവൻ്റെ. കണ്ട, അപ്പോൾ ഇതുപോലെ പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഇതുപോലെ പൂച്ചകൾക്ക് ഫംഗലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നമ്മൾ വേറൊന്നും സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അതിൻ്റെ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ല ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുന്ന ഒരുപാട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്, വെറ്റിനറി ഹോസ്പിറ്റൽ. അതിൽ ഒന്നാണ്, നല്ലൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ കൊക്കാലയിലുള്ള ഹോസ്പിറ്റൽ. അപ്പോൾ പരമാവധി അവിടെ എല്ലാവരും ചെല്ലാൻ നോക്കുക. അപ്പോൾ ക്രിസ്റ്റോൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.